ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നാം ബി.ജെ.പിയിലേക്ക് വരികയാണെങ്കിൽ അവർ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നതും ത്രികോണ മത്സരം നടക്കുന്നതുമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്നും വിട്ടുവന്ന നേതാക്കൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. അത് സ്വാധീനിക്കുമോ അവരുടെ വിജയത്തെ? ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അവരുടെ വളരെ വർഷത്തെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ തന്നെ നിലവിലുള്ള ഭരണസമിതി തന്നെ നല്ല ഭൂരിപക്ഷം, അതായത് പ്രധാന പ്രതിപക്ഷമാണ് ഇപ്പോൾ ബി.ജെ.പി. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല വാർഡുകളിലും ഇവർ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ആ പ്രവർത്തന വ്യാപനവും ഒപ്പം കോൺഗ്രസിൽ നിന്നാൽ ഇനി വലിയ പ്രയോജനമില്ലാന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്, തമ്പാന് സദൃശമുള്ള ആളുകളാണ് ബി.ജെ.പിയിലേക്ക് വന്നതെന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പിൽ വിന്നബിലിറ്റിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നു ബി.ജെ.പിയിൽ കുറച്ചായിട്ട് അവർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തെറ്റായ സന്ദേശം ഒരു പക്ഷേ നാളെ ബി.ജെ.പിയിൽ ചേരാൻ നിൽക്കുന്ന ഇതര പാർട്ടികളിലെ നേതാക്കൾ ഒരു ഉണ്ടായിക്കൂടാകില്ല. അപ്പോൾ അർഹിക്കുന്ന അംഗീകാരം നൽകുക എന്നുള്ളതായിരിക്കും ബി.ജെ.പി ലക്ഷ്യമിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ, ഇപ്പോൾ കെ മഹേശ്വരൻ നായരെ പോലുള്ള ആളുകൾ, ദീർഘകാലം അദ്ദേഹം കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് കുറച്ചു കാലം മുമ്പ് വന്ന് ബി.ജെ.പിയായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു ബാഡ് ഇമേജ് ബി.ജെ.പിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഭീതി അവർക്കുണ്ട്. രണ്ട്, തിരുവനന്തപുരം നഗരസഭയിലെ 101 വാർഡുകളിൽ ഈ ജന അറിയുന്ന കാൻഡിഡേറ്റ്സ് ബി.ജെ.പിയുടെ കയ്യിൽ കുറവാണെന്നുള്ളതൊരു സത്യമാണ്. ആ സത്യം പാർട്ടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം ഒരു പക്ഷേ ഈ കോൺഗ്രസ് വന്ന ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവരുടെ വിജയത്തിനെ സ്വാധീനിക്കും, തർക്കമൊന്നും വേണ്ടത് അല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശബരിനാഥിനെ പ്രഖ്യാപിച്ചു, വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ഉണർവിലോട്ട് പോകുന്നതാണോ ഈ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കൾക്ക് ബി.ജെ.പി പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ കരുതുന്നു? ആശങ്കയുണ്ടോ ബി.ജെ.പി? അല്ല, എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നഗരസഭയിലെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. ആകെ 10 സീറ്റാണ് നിലവിൽ അവർക്കുള്ളത്. ഈ 10ൽ നിന്ന് 51 സീറ്റിലേക്ക് ജയിപ്പിച്ചിട്ടുള്ള അത്ഭുത പ്രവർത്തനം ശബരിനാഥന്റെ കയ്യിലും ഇല്ല, മുരളീധരന്റെ കയ്യിലും ഇല്ല. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിൽ ഈ പറഞ്ഞ ഒരു തോൽവി മാത്രം ഏറ്റുവാങ്ങി ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു നേതാവാണ്. ശബരിനാഥന് സമാനം. മുരളീധരൻ അതാണ് ലക്ഷ്യമിടുന്നത്, നിയമ മോഡൽ. തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബി.ജെ.പിയെ തടയുക. അത് ഒരുപക്ഷെ പരാജയപ്പെടുത്താനൊക്കെ ശ്രമമെങ്കിൽ ആ ശ്രമത്തിനെ ജനങ്ങൾ തോൽപ്പിക്കും. അതാണിപ്പോൾ. കാരണം ഈ കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ ഭരണം മാറണം, നഗരത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെ വൈവിധ്യവും തിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭരണം വരണമെന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ഈ 10 സീറ്റുള്ള കോൺഗ്രസ് 51 സീറ്റിലേക്ക് ചിലപ്പോൾ ശബരിനാഥൻ ചിലപ്പോൾ ജയിച്ചേക്കും. അത് പോരല്ലോ, 51 സീറ്റ് ജയിച്ചു വരണ്ടേ? അത് എന്ത് മാജിക്കാണ് മുരളീധരൻ്റെ കയ്യിലുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ എൻ്റെ പിന്നിൽ നമ്മൾ കാണേണ്ടത്, ശബരിനാഥനെ ആദ്യമേ തന്നെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ കൂടി മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവിലെ സീറ്റ് ഉറപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടും. ശബരിനാഥനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കണ്ണിലെ കരടായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരെ നഗരസഭയിലേക്ക് പ്രപ്പോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹം സേഫാക്കി. ഇതാണ് ഇതിലൊരു ശരിക്കുള്ള രാഷ്ട്രീയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അദ്ദേഹം വീണ്ടും ഈ നിയമസഭയിൽ മത്സരിക്കുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കണ്ണുണ്ടല്ലോ. വട്ടിയൂർക്കാവ് എന്ന മുമ്പ് മത്സരിച്ചിട്ടാണ്. അല്ല, പലരും പറയുന്നത് ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹം നഗരം വിട്ടു പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. മുമ്പൊക്കെ അദ്ദേഹം കൊടുവള്ളിയിലും മറ്റു പല സ്ഥലങ്ങളിലും പോയി മത്സരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം വട്ടിയൂർക്കാവിൽ സ്ഥിരമായി നിൽക്കാനാണ് സാധ്യത. മാത്രമല്ല 26-ൽ പിണറായി സർക്കാരിന് ഒരു പരാജയം ഉണ്ടാവുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ്സുകാർ വലുതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മറ്റാളുകൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ വലുതായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോയ പ്രതാപം കോൺഗ്രസിൽ വീണ്ടെടുക്കാനുള്ള മുരളീധരന്റെ ശ്രമമായിട്ട് തന്നെ കണ്ടത്. കാരണം നഗരസഭയുടെ ചുമതല കൊടുത്തിന് അദ്ദേഹത്തിനാണ്, തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല കൊടുത്തിന് അദ്ദേഹത്തിനാണ്. ഈ 10 സീറ്റ് എന്നുള്ളത് 10-12 സീറ്റിൽ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മുരളീധരൻ അതൊരു ബാർഗെയിനിങ് പവർ കൂടുതൽ കിട്ടും. ഇനി അതല്ല തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും അദ്ദേഹം പിന്തള്ളപ്പെടാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ വടക്കോട്ട് എവിടെയെങ്കിലും ചിലപ്പോൾ പോയിക്കൂടാകില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത്ര എളുപ്പമല്ല. ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ഈ ത്രികോണ മത്സരത്തിൽ ബി.ജെ.പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? വലിയ രീതിയിൽ തന്നെ 2015-ലും ബി.ജെ.പി അവകാശപ്പെട്ടിരുന്നു തങ്ങൾക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന്. 2020-ലും അത്
അവകാശപ്പെട്ടു. പക്ഷെ 2 തവണയും കഴിഞ്ഞിട്ടില്ല. ഈ തവണ സാധിക്കുമോ? 2015 രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉള്ളൂ. രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. ജനങ്ങൾ ആ സാഹചര്യം അല്ലായിരുന്നു 2020, എന്നിട്ടും നേടാൻ കഴിഞ്ഞില്ല. അല്ല, പക്ഷെ അത് പ്രധാന ഭൂരിപക്ഷം അവർ മാറി. കോൺഗ്രസിനെ തറപറ്റിച്ചു. ഇപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ BJPയുടെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. അവര് ഫലപ്രദം നടപ്പിലാക്കിയ ഒരു നഗരസഭ തിരുവനന്തപുരമാണ്. ഈ എത്രയോ കാലം ഭരിച്ചിരുന്ന കോൺഗ്രസിനെ 10 സീറ്റിലേക്ക് ചുരുക്കി എന്നുള്ളതാണ്. അത് അവരുടെ ഘടകകക്ഷിയോട് ചേർത്തിട്ടാണ് 10 സീറ്റ് എന്ന് പറയുന്നത്. UDF ചേർത്തിട്ടാണ് 10 സീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചുരുക്കാൻ BJP കഴിഞ്ഞുവെങ്കിൽ ജനങ്ങൾ വലുതായിട്ട് BJP വിശ്വസിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 51 സീറ്റിലേക്ക് ഇനി ഇപ്പം നിലവിലുള്ള 11 സീറ്റ് കൂടുതൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ ഭരണം പിടിക്കാവുന്ന സാഹചര്യമായി. പല വാർഡുകളിൽ ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയല്ലോ. ഈ വാർഡ് വിഭജനത്തിനെ കുറിച്ച് ഇവരുടെ പരാതികളുണ്ട്. കാരണം BJP ജയിക്കും എന്ന് വിശ്വസിക്കുന്ന വാർഡുകളെയൊക്കെ അതിരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്നാണ് അവർ പരാതിപ്പെടുന്നത്. ഇതേ പരാതി കോൺഗ്രസും പറയുന്നു. CPM മാത്രം പരാതിയില്ല. കാര്യം അവർക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വാർഡ് പുനർവിഭജനം നടത്തി എന്നാണ് പൊതുവേ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത്. ഈ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? കാര്യം എത്രത്തോളം മാനിപ്പുലേഷൻ ഈ വാർഡ് വിഭജനത്തിൽ CPM നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു പിന്തുണ, ജനസമൂഹത്തിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡുണ്ട്. 2, ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൊരു ഹിന്ദു അവേക്കണിങ്, അത് വലിയൊരു ഘടകമാണ്. തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ ഹിന്ദു ഉണർവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് BJPക്ക് അനുകൂലമായി മാത്രമേ പോകാനുള്ള സാധ്യതയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ശബരിമല ഇഷ്യൂ വന്നല്ലോ. ഈ ശബരിമല പ്രശ്നങ്ങളിലൊക്കെ വന്ന സമയത്ത് BJP ആണ് മുൻനിരയിൽ നിൽക്കുന്നതെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം പോലുള്ള സ്ഥലം ഇരിക്കുന്ന നഗരസഭയെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടും മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവും എന്നുള്ളൊരു ഭയം BJPക്ക് ഹിന്ദുക്കളുടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കാലം കൊണ്ട് തന്നെ. അവർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് കുറച്ചു കാലമായിട്ട്. അതൊക്കെ BJP ഗുണകരമാവും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. അല്ല, നാം ഇപ്പോൾ സംസാരിച്ചത് ദേശീയ വിഷയത്തെക്കുറിച്ചും അവിടെ സംസ്ഥാന വിഷയമാണ്. ഈ കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ അവിടെ ഒരു കൗൺസിലറിന്റെ മരണം, അതുപോലെ തന്നെ ഈ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ, അതെല്ലാം പ്രാദേശികമായി ബാധിക്കില്ലേ? ഇതിപ്പോ മോദി ആയാലും ഇപ്പോ ശബരിമല ആയാലും അത് കേരളത്തിലും ദേശീയ തലത്തിലും ചർച്ചയാകുന്ന സംഭവമാണ്. ഈ പ്രാദേശികമായി ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങൾ വലിയ രീതിയിൽ പരിഗണിക്കും. ഇപ്പോൾ 101 വാർഡ് 100 വാർഡായിരുന്നപ്പോൾ ഒരു വാർഡ് കൂട്ടി, ഈ പോർട്ട് വാർഡ് 101 വാർഡായിട്ട് നഗരസഭയുടെ വാർഡുകളുടെ എണ്ണം ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മോദിയുടെ വിഷയമാണ് 101 വാർഡുകളിൽ ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹിന്ദുവിന്റെ കേസായാലും അല്ല, പക്ഷേ പ്രാദേശിക വിഷയം തള്ളിക്കളയാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇത് പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ പറഞ്ഞാൽ അതാത് വാർഡുകളിൽ മാത്രം ചുരുക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ തിരുവന അനിലിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായിരിക്കും സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അത് ഒരു സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ട് കാശ് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് അദ്ദേഹം പാർട്ടി സഹായിച്ചില്ല, വിഷ്ണുവിനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വളരെ ദുഃഖകരമായ സംഭവമാണ്. അങ്ങനെ നല്ല പേരുകേട്ടൊരു കൗൺസിലറാണ്, നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരൻ ഒരാളായിരുന്നു. അത് തിരുമല വാർഡിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ്. അത് പിന്നെ തിരുവല്ല വാർഡിനെയോ ആറ്റുകാൽ വാർഡിനെയോ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം പ്രാദേശിക വിഷയം വളരെ പ്രധാനമാണ്. ഈ കൗൺസിലർമാർ അവിടെ എന്ത് ചെയ്തു, അവിടുത്തെ റോഡ് നന്നാക്കുന്നതിൽ, ഓട നന്നാക്കുന്നതിൽ, മാലിന്യ പ്രശ്നത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആൾ പരിശോധിക്കുന്നത് അത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ദേശീയ തലത്തിലും ആ പാർട്ടിയുടെയും ഒരു നിലപാടും കൂടി ചർച്ച ചെയ്യപ്പെടും, അതും പരിഗണിക്കപ്പെടുന്ന വസ്തുതയാണ്. ഇത് ഒരു ചെറിയ പരിധിയിൽ ചിലപ്പോൾ BJP അത് പ്രത്യേകിച്ചും ഈ തിരുമലയെ ബന്ധപ്പെട്ടിരിക്കുന്ന വാർഡുകളിൽ ചിലപ്പോൾ അതൊരു സെറ്റ് ബാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് അവർ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറും എന്നുള്ളതാണ്. അല്ല, അപ്പോൾ കയ്യിലിരിക്കുന്ന വാർഡുകൾ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അല്ല, നഷ്ടപ്പെടും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് തിരുമല എന്ന് പറയുമ്പോൾ നിയമമണ്ഡലവുമായി വളരെ അടുത്ത് കിടക്കുന്ന നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ നിന്ന് പൂർണ്ണമായി സീറ്റുകൾ നേടിയാൽ മാത്രമേ കോർപ്പറേഷൻ മേയറെ BJPക്ക് ലഭിക്കുകയുള്ളൂ. അല്ല, അത് തന്നെയാണ്. തിരുമല അനിലിന്റെ കൗൺസിലറിന്റെ കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നും BJP നേതൃത്വത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നത് രാഷ്ട്രീയമായ ആളുകളാണ് സമയത്തിനെ കുറിച്ച്. CPM കോൺഗ്രസും MS കുമാർ അടക്കമുള്ള BJP നേതാക്കൾ. അത് MS കുമാർ പുതുതായിട്ട് അദ്ദേഹം യാതൊരു സംഘത്തിന്റെ പ്രസിഡന്റ് എന്തോ ആണ്. അവിടെയും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ പൊതുവെ ഒരു പഠനപ്പിണക്കം സ്വാഭാവികമാണല്ലോ. എനിക്ക് കിട്ടിയില്ല, അവന് കൊടുത്തു എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും ഉണ്ടാവും. ഇതിപ്പോൾ UDFന്റെ തർക്കവും നടക്കുന്നുണ്ട് മറുഭാഗത്ത്. പിന്നെ എന്താണ് നമ്മുടെ ഈ പോർട്ട് എന്താ പറയുക തീരദേശ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അവരിലും തർക്കം തുടങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ആ തർക്കമൊക്കെ പരിഹരിക്കാനുള്ള ശേഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അതവർ പരിഹരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മളിവിടെ കാണേണ്ട വിഷയം അതല്ല. ഒരു നഗരസഭ ഭരണം എന്നുള്ള തലത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് നേരത്തെ സൂചിപ്പിച്ചുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നത്. അതിനെ മാനേജ് ചെയ്യാനായിട്ട് ആ പാർട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതൊരു പരാജയത്തിലേക്ക് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്തെ ജനത ഒരു ഭരണമാറ്റം ആഗ്രഹിക്കും. അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു പ്രോസ്പെക്റ്റും ഇല്ല. 10 സീറ്റിൽ നിന്നും എന്ത് മാജിക് കാണിച്ചാലും ഇതിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഒരു സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാണ്. BJP നേരത്തെ പറഞ്ഞ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഓരോ വാർഡിനും പ്രത്യേകം എന്താ പറയുക ഈ മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഗുണം ചെയ്യുമായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPക്ക് വളരെ എളുപ്പത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.